ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ പോവാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ മുമ്പ് ഇതിൽ കുറച്ചൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് നമ്മുടെ കവിതയിൽ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിൻകെ ലാക്കർ മഹൽ ബനാത്തി, പുൽനാമ്പുകൾ കൊണ്ടുവന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു. ഗോംസലോക്കോ മഹൽ ക്യോ കഹാ ഗയാ ഹൈ, കൂടിനെ കൊട്ടാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുൽനാമ്പുകൾ കൊണ്ടുവന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു എന്നാണ് കൂടിനെ പറഞ്ഞത് അല്ലേ? അതെന്തുകൊണ്ടാണ്? മഹൽ മേം ലോഗോം കോ ജീനേക്ക് സബി സുവിധായേം ഹേ, കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഗോംസലോ മേം ഭി ചിടിയ കോ ജീനേക്ക് സബി സുവിധായേം ഹേ, കൂട്ടിൽ ജീവിക്കുന്ന പക്ഷികൾക്കും എന്തുണ്ട്? എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇസ്ലിയെ ഗോംസലോക്കോ മഹൽ കഹാ ഗയാ ഹെ, അതുകൊണ്ട് തന്നെ കൂടിനെ അവർ കൊട്ടാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, बया के बच्चों की निगरानी हम बारी बारी से करेंगे इसका तात्पर्य क्या है? തൂക്കണാങ്കുരുവിലെ കുട്ടികളെ ഞങ്ങൾ വന്നിട്ട് മാറി മാറി സംരക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ബയ ഉന്നേം ഉത്തിനി പ്യാരി ഹെ, തൂക്കണാങ്കുരുവി അവർക്ക് അത് വളരെ പ്രിയപ്പെട്ടതാണ്. കാഹിം ഉടന ജാക്കർ വഹ് ഈസ് പേഡ് മേം ഹി രഹേ, അത് എവിടേക്കും പറന്നു പോകാതെ എന്ത് ചെയ്യണം? അത് ഈ മരത്തിൽ തന്നെ തുടരണം. അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, पर निकलेंगे उड़ जाएंगे മേം കിസ്കി സൂചന ഹേ, ചിറക് മുളക്കും പറന്നു പോകും എന്നതിൻ്റെ സൂചന എന്താണ്? ബച്ചേ ബഡേ ഹോക്കർ അപ്ന കാം ഖുദ് കരേ, കുട്ടികൾ, ആ ബച്ചൻ്റെ കുട്ടികൾ വളർന്ന് വലുതായിട്ട് എന്ത് ചെയ്യും? അത് വലുതാകും, പിന്നെ അത് സ്വന്തം ജോലി ചെയ്യണം അല്ലേ? അത് കുറച്ച് ചിറകൊക്കെ മുളച്ചാൽ പിന്നെ അവരെന്നെ പക്ഷികൾ സ്വന്തം പറന്ന് പോയിട്ട് അവർക്ക് തീരെ തേടാനൊക്കെ പോകും അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. കുട്ടികൾ വളർന്ന് വലുതാകണം, എന്നിട്ട് വലുതായിട്ട് അവർ സ്വന്തം ജോലി ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് പോവാട്ടോ. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, കവിതാസെ അപ്പിനി മൻപസന്ത് പങ്ക്തിയാം ചുൻകർ ലിഖിയേ, കവിതയിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ലൈൻസ് സെലക്ട് ചെയ്തിട്ട് എഴുതാനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാണെന്ന് കവിതയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി, നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം ചുനേം, താഴെ തന്നിട്ടുള്ള ആശയം വരുന്ന വരി കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ്. ചിടിയ ദൂർ ന ജായേ ഇസ്കേ ലിയേ ആംഗൻ മേം ദാനാ പാനി ഭർ ദേംഗെ, പക്ഷികൾ ദൂരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുറ്റം നിറയെ ധാന്യങ്ങളും വെള്ളങ്ങളൊക്കെ നിറച്ചു തരാം എന്ന് ആശയം വരുന്ന വരി ഏതാണ്? ഓക്കെ, അപ്പം നമ്മുടെ കവിതയിലെ തുജുക്കോ ദൂർ ന ജാനേ ദേംഗെ ദാനോം സേ ആംഗൻ ഭർ ദേംഗെ ഔർ ഹൗജ് മേം ഭർ ദേംഗെ ഹം മീഠാ മീഠാ ടെൻഡാ പാനി, ഈ ഒരു സ്റ്റാൻസയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അതാ ദൂരെ പോകുന്നതിന് ധാന്യങ്ങളൊക്കെ മുറ്റത്ത് നിറച്ച് തരാം, വലിയ പാത്രത്തിൽ മധുര തണുത്ത വെള്ളം നിറച്ച് തരാമെന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റാൻസയാണ് കേട്ടോ. നെക്സ്റ്റ് ഏതാണ് ആശയം? ബച്ചേ ഭയാ ഭൻകർ ഉഡ് ജായേ തോ ഹം മാതാ ചിടിയാക്കെ പാസ് രഹെങ്കെ, കുട്ടികൾ, തൂക്കണാങ്കുരുവിൻ്റെ കുട്ടികൾ വലിയ തൂക്കണാങ്കുരുവായിട്ട് പറന്നു പോവും, അപ്പം ഞങ്ങൾ അമ്മച്ചിടിയൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ആശയം വരുന്ന വരി ഏതാണ്? ഉഡ് ജായേങ്കെ ഭയാ ഭനെങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ, അവർ പറന്നു പോകും വലിയ തൂക്കണാങ്കുരുവിയായിട്ട്, അപ്പം ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന ഈ രണ്ട് വരിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആശയം നിന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആശയം നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് കവിതയിൽ നിന്ന് കണ്ടുപിടിക്കലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി, സമാൻ അർത്ഥ വാലെ ശബ്ദ് കവിത സെ ചുനെ താലിക ഭരെ, സമാനാർത്ഥ ശബ്ദ് കവിതയിൽ നിന്നും തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഈ ബോക്സ് ഫിൽ ചെയ്യാനാണ്. ഓക്കെ, ഇവിടെ സമാനാർത്ഥ ശബ്ദം എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം വരുന്നത്. ഓക്കെ, ഒരേ വാക്കിന് ഹിന്ദിയിൽ പല വേർഡ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ സെയിം അർത്ഥം വരുന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ
ഹർ പക്ഷി ക അപ്ന രഹൻ സഹൻ ഹേ. ഇവിടെ പക്ഷി എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഓരോ പക്ഷിയും തൻ്റേതായ ജീവിത ശൈലി ഉണ്ടാവും അല്ലേ. അത് ഇവിടെ പക്ഷി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കവിതയിൽ നോക്കിയിട്ട് പക്ഷിക്കുള്ള വേറൊരു വേർഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് അണ്ടർലൈൻ ചെയ്ത വാക്ക് മാറ്റി കൊടുക്കണം. അപ്പം നമ്മൾ ഹർ ചിടിയ, പക്ഷി എന്ന് മാറ്റി ചിടിയാക്ക അപ്പന രഹൻ സഹൻ ഹേ. നെക്സ്റ്റ് ജൽ ജീവൻ ക ആധാർ ഹേ. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. അപ്പം ജലിൻ്റെ സമാനാർത്ഥ ശബ്ദം എന്താണ്? ജലിൻ്റെ സമാനാർത്ഥ ശബ്ദം നമുക്കറിയാം പാനി അല്ലേ, നമ്മൾ പഠിച്ചതാണ് പാനി. അപ്പോൾ നമ്മൾ അവിടെ മാറ്റിയിട്ട് കൊടുക്കണം. ഇവിടെ മാറ്റിയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത വാക്ക് മാത്രം മാറ്റി ബാക്കിയൊക്കെ സെയിം ആയിട്ട് പാനി എഴുതണം. ഓക്കെ. നെക്സ്റ്റ് പങ്ക് കെ ബിന ഉഡ്ന അസംഭവ് ഹേ. ചിറക് കൂടാതെ പറക്കുകൾ അസാധ്യമാണ്. അപ്പോൾ പങ്ക് എന്ന വാക്കിന് നമ്മുടെ ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത് പറന്നാണ്. പറ, ചിറക്. നെക്സ്റ്റ് പേട് की सबसे ऊंची टहनी पतली है. മരത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള കൊമ്പ് നേർത്തതാണ്, അതായത് കട്ടിയില്ലാത്തതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ കവിതയിൽ ടഹനി, കൊമ്പിന് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് ഡാലി. ഡാലി. ഓക്കെ. അപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് അവിടെ എന്താക്കണം, ഡാലി ആക്കണം. ഓക്കെ. അപ്പോൾ മിസ് ഇതിൻ്റെ ഓരോരോ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷിൻ്റെത് ചിടിയാവും, ജൽ എന്നുള്ളിടത്ത് പാനിന്നാവും, പങ്ക് എന്നുള്ളിടത്ത് പറന്നാവും, ടെഹനി എന്നുള്ളിടത്ത് ഡാലിന്നാവും. ഓക്കെ. അതാണ് അവിടെ വരുന്ന ചേഞ്ച് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ये संकेत पढ़ें और जीवों को जीने दो विषय पर टिप्पणी लिखें. ഈ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ വായിക്കുക. എന്നിട്ട് ജീവോംകോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന വിഷയത്തിൽ ടിപ്പണി എഴുതണം. ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പ്. ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചാര തലാഷ്നെ കെ ലിയെ പ്രാണിയോം ക അപ്ന തൗർ തരീക്ക ഹേ. എന്താണ്? എല്ലാ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ അവരുടേതായ വഴികളുണ്ട്. പ്രാണി അപ്പിനെ ബച്ചോം കി നിഗിരാനി ഖുദ് കർ സക്താ ഹേ. പ്രാണികൾ അവരുടെ കുട്ടികളുടെ സംരക്ഷണം സ്വയം ചെയ്യാൻ സാധിക്കും. പങ്ക് നിക്കലിനെ പർ ഉഡ് ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ. ചിറക് മുളച്ചാൽ പറന്നു പോകുക എന്നത് പക്ഷികളുടെ സ്വാഭാവിക സഹജമാണ്, സഹജവാസനയാണ്. ഗതരേമേം ഖദദ് കരേം, അപകടങ്ങളിൽ സഹായിക്കൂ. സുഖേമേം പാനീദേം, വരൾച്ചയിൽ വെള്ളം നൽകൂ. ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജീവോം കോ ജീനേതോ എന്നൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു കുറിപ്പ് എഴുതണം. ഓക്കെ. അപ്പോൾ മിസ് ഇവിടെ ഒരു കുറിപ്പ് കാണിച്ചു തരാം. ജീവോം കോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ. സബി ജീവജന്തു ഇസ് ധർത്തി കോ ഹക്ക്ദാർ ഹേ. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. പ്രകൃതി സേ ഉൻക അട്ടൂട്ട് സംബന്ധ് ഹേ. അവർക്ക് പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതായത് നല്ല മുറിക്കാൻ പറ്റാത്ത നല്ല അത്രയ്ക്കും ബന്ധമുണ്ട്. ചാര പാനി തലാഷ്നെ കെ ലിയെ പ്രാണിയോം ക അപ്ന തൗർ തരീക്ക ഹേ. മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ അവരുടേതായ വഴികളുണ്ട്. ഔർ പ്രാണി അപ്നെ ബച്ചോം കി നിഗിരാനി ഖുദ് കർ സക്തി ഹേ. മൃഗങ്ങൾക്ക് സ്വന്തം കുട്ടികളെ സ്വയം പരിപാലിക്കാനും കഴിയും. പങ്ക് നിക്കലിനെ പർ ഉഡ് ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ. ചിറകുകൾ ലഭിച്ചതിന് ശേഷം പറക്കുക എന്നത് പക്ഷികളുടെ സ്വാഭാവിക സഹജ വാസനയാണ്, അതായത് അവരുടെ ഒരു സ്വഭാവമാണ്. പക്ഷികൾക്ക് ചിറക് വന്നാൽ അവർ പറന്നു പോകും. ഉസ്മേ ദുഃഖി ഹോനെ കി കോയി ബാത്ത് നഹി. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ സങ്കടപ്പെടാൻ ഇല്ല, നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഹം ഗതരെ മേം ഉൻകോ മദത് കർണി ചാഹിയെ. നമ്മൾ അപകടത്തിൽ അവയെ സഹായിക്കണം. ജൈസെ സൂഖേ മേം പാനി ദേന ആദി മാനവ് ക ദായിത്വ ഹെ. അതേപോലെ വരൾച്ചയിൽ വെള്ളം നൽകുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ.
അപ്പോൾ ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പാണ് കേട്ടോ. ഇനി നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോണത്. യഹാം അന്ധാ വ്യക്തി സഡക്ക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹേ. ഇവിടെ അന്ധനായൊരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഖിയും ചിത്രമേം ക്യാ ക്യാ ഹോ രഹേ ഹേ. എഴുതാനാണ്, ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഫസ്റ്റ് പിക്ചറിൽ ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ഗേളും ബോയും വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ ആ ഗേളും ബോയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ പിക്ചറിൽ ഹെൽപ്പ് ചെയ്തതിന് ശേഷം അവരോട് താങ്ക്സ് പറയുന്നുണ്ട്. അന്ധനായ വ്യക്തി താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാം? ഫസ്റ്റത്തെ പിക്ചറിനെ एक अंधा വ്യക്തി സഡക്ക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹേ. ഒരു അന്ധനായ വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് പിക്ചറിൻ്റെ സെൻറ്റൻസ്. രണ്ടാമത്തെ പിക്ചറിന് ദോ ബച്ചെ ഉസ് അന്ധ വ്യക്തി കോ മദദ് കർനെ കി തയ്യാരി മേ ഗഡേ ഹേ. രണ്ട് കുട്ടികൾ ആ അന്ധനായ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നു. മൂന്നാമത്തെ പിക്ചറിൽ എന്താ നമ്മൾ കണ്ടത്? അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ. അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? ബച്ചെ ഉൻകോ സഡക്ക് പാർ കർനെ മേ മദദ് കർത്തെ ഹൈ. കുട്ടികൾ അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ലാസ്റ്റത്തത് അയാൾ താങ്ക്സ് പറയുന്നതാണ് അല്ലേ. അന്ധാ വ്യക്തി ഉൻസെ ധന്യവാദ് കഹ്താ ഹേ. അന്ധനായ വ്യക്തി അവരോട് നന്ദി പറയുന്നു, താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ബൈ.